ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 ഗിവൺ ബൈ റിലേഷൻ എന്താണ്? 1 2 2 1 ഈസ് സിമ്മട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോ ട്രാൻസിറ്റീവ്. ഇത് സിമ്മട്രിക് ആണ്, പക്ഷേ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് ആവുള്ള കണ്ടീഷൻ എന്താണ്? എ എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെ വല്ല ടേംസ് ഉണ്ടോ ഒരേപോലത്തെ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 1 1 ഇസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇതിൽ 1 2 ആയതുകൊണ്ട് 1 1 പിന്നെ അതുപോലെ 2 2 എന്തിൽ ബിലോങ് ചെയ്യുന്നില്ല? ആറിൽ ബിലോങ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എഴുതാം അല്ലേ? 1 2 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒന്നെങ്കിൽ 1 1 അല്ലെങ്കിൽ 2 2 എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. റിലേഷനിൽ ഉണ്ടാവണമായിരുന്നു. ഇനി അടുത്തത് സിമ്മട്രിക് ആവുള്ള കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആവണം. അതുപോലെ എന്താണ്? ബി എ ബിലോങ്സ് ടു ആർ ആവണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആദ്യം 1 2 എടുക്കുക. 1 2 എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അതുപോലെ 2 1 എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? 1 2 2 1. അപ്പോൾ അത് ആർ ഈസ് സിമ്മട്രിക്. ഇതിൽ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ നോക്കുക. എ ബി ബിലോങ്സ് ടു ആർ ആവണം. ബി സി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നതും എന്തിൽ ബിലോങ് ചെയ്യണം? റിലേഷനിൽ ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെ ബിലോങ് ചെയ്യുന്നുണ്ടോ? 1 2 ഉണ്ട്. അപ്പോൾ 1 2 എടുക്കാം. 1 2 ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 1 ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരണമായിരുന്നു? ഒരു എ സി വേണം. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ഇത് എ ബി സി. നമുക്ക് സിയും എയും ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പോൾ നമുക്ക് എന്ത് വരണമായിരുന്നു? ഒരു എ സി വരണമായിരുന്നു അല്ലേ? എ സി എന്തിൽ ബിലോങ് ചെയ്യണം? റിലേഷനിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരുന്നു. 1 1 എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണമായിരുന്നു. അങ്ങനെ ബിലോങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് ആർ ഈസ് സിമ്മട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഓഫ് ഓൾ ബുക്സ് ഇൻ ദ ലൈബ്രറി ഓഫ് കോളേജ് ഗിവൺ ബൈ ആർ ഈസ് ഈക്വൽ ടു set of xy open interval xy such that x and y have a same number of pages is an equivalence relation. എന്താണ് ഇക്വലൻസ് റിലേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്നറിയാം. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഒരു കോളേജിലെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഉള്ള ബുക്സിൻ്റെ കളക്ഷനാണ് സെറ്റ് എയിലുള്ളത് അല്ലേ? എല്ലാ ബുക്സുമാണ് എന്തിലുള്ളത്? സെറ്റ് എയിലുള്ളത്. അതുപോലെ തന്നെ വേറെ എന്താ? ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ഈ റിലേഷൻ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ബേസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എക്സും ആൻഡ് വൈ ഹാവ് എ സെയിം നമ്പർ ഓഫ് പേജസ്. എക്സും വൈയും എന്തായിരിക്കണം? സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കണം എന്ന് പറയുന്നു. ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. നമ്മുടെ കണ്ടീഷൻ ഇതാണ്. എക്സും വൈയും എടുക്കുകയാണെങ്കിൽ അത് സെയിം നമ്പർ ഓഫ് പേജസ് ആവണം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ആദ്യം ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹിയർ ആറ് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആരെടുത്ത് എഴുതണം എന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ എഴുതുക. ഹിയർ ആർ ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നതെന്ന് എടുത്ത് എഴുതുക. xy such that x and y have a same number of pages എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. ഇനി എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക. ആദ്യം നമുക്ക് എന്താണ് എഴുതേണ്ടത്? റിഫ്ലെക്സീവ് ആണോ നോക്കണ്ടേ? റിഫ്ലെക്സീവ് ഉള്ള കണ്ടീഷൻ എന്താ? എക്സ് എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. എന്താ? ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ പേജും നമ്പറും അതുപോലെ വീണ്ടും ആ ബുക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ആ പേജ് നമ്പറും എന്തുതന്നെ ആയിരിക്കാം? സെയിം തന്നെ ആയിരിക്കാം. അപ്പം ഇറ്റ് സെൽഫ് കണ്ടീഷൻ എന്താണ്? ശരിയാണ്. എക്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ?
എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് എക്സ് ഹാവ് എ സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി അടുത്തത് ഇത് സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ എക്സ് വൈ എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെ നോക്കാം. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാൻ പറ്റണം. എന്ത്, വൈ എക്സും പറയാൻ പറ്റണം. അപ്പം നോക്കുക, വൈ ആൻഡ് എക്സ് ഇത് രണ്ടും സെയിം പേജസ് ആണെന്നുണ്ടെങ്കിൽ വൈയും എക്സും എന്തായാലും എന്ത് തന്നെയായിരിക്കും, സെയിം നമ്പർ ഓഫ് പേജസ് തന്നെയായിരിക്കും. അപ്പം ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എക്സും വൈയും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്നുണ്ടെങ്കിൽ വൈയും എക്സും എന്ത് തന്നെ ആയിരിക്കണം, സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കണം. ഇനി അപ്പോൾ നമുക്ക് എന്ത് പറയാം, വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ദാറ്റ് ഈസ് ആർ ഈസ് സിമ്മട്രിക്. ഇനി അടുത്തത് നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കണം. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്താ, മോർ ഓവർ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ. ഓക്കെ, എക്സ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ബിലോങ്സ് ടു implies y and x have same number of പേജസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ രണ്ടും എന്താ, എക്സും വൈയും സെഡ് കേട്ടോ, ഇതിൽ വൈ സെഡ്. അപ്പോൾ എക്സും വൈയും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്, വൈയും സെഡും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സും സെഡും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറയാം. അപ്പോൾ എക്സ് സെഡ് എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. നമുക്ക് റീസൺ എന്താ, എക്സ് ആൻഡ് സെഡ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് നമുക്ക് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആർ ഈസ് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് മനസ്സിലായി. സോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ, 1 മുതൽ 5 വരെയുള്ള ഒരു സെറ്റാണ് നൽകുന്നത്. ഗിവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർഡ് ബൈ ആർ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ സോ ദാറ്റ് all the elements 1, 2, 1, 3, 5 are related to each other and all elements 2, 4 related to each other, but no elements of 1, 3, 5 is related to any element of 2, 4. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അത് ആദ്യം ഈക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് എലമെൻറ്റ്സ് എന്തിലുണ്ടാവും, എയിലുണ്ടാവും. സെക്കൻഡ് എലമെൻറ്റ്സും എയിലുണ്ടാവും എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. ഫസ്റ്റ് എലമെൻറ്റ്സും എയിലുണ്ട്, സെക്കൻഡ് എലമെൻറ്റ്സും എയിലുണ്ട്. മാപ്പിംഗ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ആദ്യം കണ്ടീഷൻ പ്രകാരം എന്താ തന്നിരിക്കുന്നത്, ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ഉള്ള കണ്ടീഷൻ റിഫ്ലെക്സീവ് ആവണം നോക്കാം. അപ്പോൾ എ എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ്. അപ്പോൾ എ മൈനസ് എ ഇസ് ഈക്വൽ ടു 0 അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ, മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്നല്ലേ പറഞ്ഞേ എ ബിയിൽ. ഓക്കെ, അപ്പോൾ എയുടെ പ്ലേസിൽ എന്നെ ബിയുടെ പ്ലേസിൽ എ ആണ്. നമുക്ക് എ മൈനസ് എ എന്ന് എഴുതാം. ഈസ് ഈവൺ. ഇതൊരു ഈവൺ ആയിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. 0 ഈവണും ആവാം, ഓഡും ആയിട്ട് എടുക്കാം. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി അടുത്ത കണ്ടീഷൻ എ ബി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അതുപോലെ ബി എയും എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് സിമ്മട്രിക് ആവും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം എയുടെ പ്ലേസിൽ എ തന്നെ, ബിയുടെ പ്ലേസിൽ ബി തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, എ മൈനസ് ബി ഇംപ്ലൈസ് ഇടുക. എ മൈനസ് ബി മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ ഇംപ്ലൈസ് നമുക്ക് എന്തും പറയാം. ഇങ്ങനെയും ഇതുപോലെയും ഇതും പറയാൻ പറ്റണം. എന്ത്,
മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 ഈസ് ഗിവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ordered by R A B such that mod A minus B is even is equivalence relation. Show that all the elements of set 1 3 5 are related to each other and all the elements of set 2 4 are related to each other, but no elements 1 3 5 are related to any element of 2 4. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഇത് ഈക്വാലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് ഷോ ചെയ്യാം. ആദ്യം റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ് റിലേഷൻ നന്നായി നോക്കി വയ്ക്കുക. എന്നിട്ട് ഓരോന്നോരോന്നും കണ്ടീഷൻ. ആദ്യത്തെ റിഫ്ലെക്സീവ് ഉള്ള കണ്ടീഷൻ എ എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവും. ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ആറ് നമുക്ക് എഴുതി നോക്കാം. എ അപ്പോൾ എ സച്ച് ദാറ്റ് എ മൈനസ് എയുടെ പ്ലേസിൽ എ തന്നെ, ബിയുടെ പ്ലേസിൽ എ തന്നെ. അപ്പോൾ എ മൈനസ് എ ഈസ് ഈക്വൽ ടു 0. 0 ഈസ് ഈവൺ. 0 ഈവൺ ആവാം. ഓടും ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. രണ്ട് ചാൻസിലും നമുക്ക് എടുക്കാവുന്നുള്ളൂ. അടുത്തത് നോക്കുക. അടുത്തത് എന്താ? സിമ്മട്രിക് ആവണം. സിമ്മട്രിക് ആവുള്ള കണ്ടീഷൻ എ കോമ ബി ബിലോങ്സ് ടു ആർ ആവണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം എ മൈനസ് ബി ഈസ് ഈവൺ അല്ലേ? റിലേഷനിൽ അങ്ങനെയല്ലേ പറയണം. അങ്ങനെയാണെങ്കിൽ അത് ഈവൺ ആവണം. അതുപോലെ നമുക്ക് തിരിച്ചും പറയാൻ പറ്റണം. എന്ത്? ബി മൈനസ് എയും എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുക ബി മൈനസ് എ ബി ഈസ് ഈവൺ. ബി മൈനസ് എയും എന്താവാം? ഈവൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എഴുതി വയ്ക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി മൈനസ് എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ഇനി അടുത്തത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ ഈസ് സിമ്മട്രിക്. അടുത്തത് ഇനി ട്രാൻസിറ്റീവ് ആണത് കണ്ടീഷൻ നോക്കുക. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്താ? എ ബി എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. ആൻഡ് അപ്പോൾ ഓരോന്നോരോന്നും നമുക്ക് നോക്കുക നല്ലത്. അപ്പോൾ എ ബി എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അതുപോലെ ബി സിയും എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എ ബി ആണ്. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ എ മൈനസ് ബി മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. അതുപോലെ ബി മൈനസ് സി, അപ്പോൾ അതുപോലെ പറയാലോ അല്ലേ? ബി സിയും എന്തെന്നെ പറയാം? ഈവണാന്ന് പറയാം. നോക്കുക. അപ്പോൾ ബി മൈനസ് സി ഈസ് ഈവൺ. ഇനി ഇത് രണ്ടും ഈവണാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഈവൺ ആണോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി സം ചെയ്യാം. നമുക്കിത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സി പറഞ്ഞിട്ടുള്ള ഇത് കിട്ടും. അതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഈവൺ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എന്ത് ചെയ്യുക? സം ചെയ്യുക. എന്തിനായിട്ട്? ഇതുപോലെ ഈ ടേമിനായിട്ട് ബി മൈനസ് സീനായിട്ട്. അപ്പോൾ മോടും കളയുക. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് വരും. ബിയും ക്യാൻസൽ ചെയ്യും, കാരണം മൈനസും പ്ലസും വന്ന കാരണം. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഞാൻ പറഞ്ഞ പോലെ എ മൈനസ് സി എന്ന് കിട്ടി. എ മൈനസ് സി എന്ന് പറയണത് ഒരു ഈവൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. ആർ ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ, അടുത്തത് എന്താ പറയുന്നത് നോക്കുക. ഓരോന്ന് ക്വസ്റ്റ്യനിൽ ഇനി എന്താ? 1 3 5 എന്ന് ഈച്ചതർ. അടുത്തത് നോക്കുക. അതൊരു ഈക്വാലൻസ് റിലേഷനാണെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി അടുത്തത് കൺസിഡർ ചെയ്യുക. നൗ കൺസിഡർ ഏത് സെറ്റ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സെറ്റ് 1 3 5 കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതൊക്കെ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ഓരോന്നോരോന്നായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, 1 എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ആദ്യം എ ബി ആണ്. എ മൈനസ് ബി ചെയ്യുക. അപ്പോൾ എയുടെ പ്ലേസിൽ 1, അപ്പോൾ 1 മൈനസ് 3 എന്ന് വരും അല്ലേ? 1 മൈനസ് 3 എന്ന് വരും. അത് ഈവൺ ആണോ നോക്കുക. അപ്പോൾ ഈവൺ അല്ലേ?
എന്താ -2 പുറത്തേക്ക് വരുമ്പോൾ വെറും 2 ഈസ് ഈവൺ. അടുത്തത് എന്താ ബി മൈനസ് സി ഈവൺ ആണോ നോക്കണം. ബി മൈനസ് സി ഈവൺ ആണോ നോക്കുക. അപ്പോൾ ബി ഇതിലേതാ 3 മൈനസ് 5 എന്താ വരിക -2 എന്ത് തന്നെയാണ് 2 തന്നെയാണ്. 2 ഈസ് ഈവൺ. അടുത്തത് എയും സിയും എന്ത് തന്നെയാവണം ഈവൺ ആണോ നോക്കണം അല്ലേ. അപ്പോൾ നോക്കുക മോഡ് എ മൈനസ് സി ഈസ് ഈക്വൽ ടു എയുടെ പ്ലേസിൽ 1 മൈനസ് എന്ത് വരും 5 എന്താ 1 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 4 ആണ്. 4 ഈസ് ഈവൺ. നമുക്ക് എന്ത് മനസ്സിലായി, അത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി സെറ്റ് ഓഫ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ദ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 1 3 5 ആർ എന്താ മനസ്സിലാക്കിയ റിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓരോന്നിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്ക് എന്തും പറയാൻ പറ്റും. അടുത്ത സെറ്റ് ഏതാ പറഞ്ഞേക്കുന്നത് 2 4 നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. എന്താ വരിക, ആദ്യത്തെ കണ്ടീഷൻ എന്താ, നമുക്ക് സിമ്മട്രിക് വെച്ചിട്ട് ചെയ്യാം. സിമ്മട്രിക് പോലെ നോക്കാം. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ 2 മൈനസ് 4 ഈക്വൽ ടു എന്ത് വരും -2 പുറത്തേക്ക് വരുമ്പോൾ ഈവൺ. അടുത്തത് 4 മൈനസ് 2 പുറത്തേക്ക് വരുമ്പോൾ വെറും 2 പുറത്തേക്ക് വരുമ്പോൾ 2 ഈസ് ഈവൺ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, all the elements of set 2 4 is are related to each other എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ. പ്രശ്നം എന്താണ് പ്രോബ്ലം വരിക, 1 മൈനസ് 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1 ആണ് കിട്ടുക. അതുപോലെ തന്നെ 1 മൈനസ് 4 ചെയ്യുകയാണെങ്കിൽ സെറ്റിൽ 1 മൈനസ് 4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, 3 ആണ് കിട്ടുക. 3 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആർ എക്സെട്ര 1 3 എക്സെട്ര ആർ ഓഡാണെന്ന് കിട്ടി. അപ്പം നോ എലമെൻറ്റ്സ് ഓഫ് 1 3 5 ഈസ് റിലേറ്റഡ് ടു 2 4 എന്ന് നമുക്കറിയാം നമ്പർ. ഓക്കെ, ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്, എ എന്ന് പറയുന്ന സെറ്റിലൂടെയാണ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റിലേഷൻ നോക്കുക, റിലേഷൻ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് അവർ പറയുന്നത്. ഇത് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് വെക്കുക. ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ് എപ്പോഴും. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആവുള്ള കണ്ടീഷൻ എ എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. നമുക്ക് നോക്കി നോക്കുക. അപ്പോൾ എന്ത് വരും, ഈ കണ്ടീഷൻ പ്രകാരം എ മൈനസ് എ അല്ലേ, എ മൈനസ് എ എന്ന് വരും. നോക്ക്, അപ്പോൾ എയുടെ പ്ലേസിൽ എ തന്നെ, ബിയുടെ പ്ലേസിൽ എ ആണ്. അപ്പോൾ എ മൈനസ് എ 0 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 0, നമുക്ക് പറയാൻ പറ്റില്ലേ. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ തന്നെ അടുത്തത് എന്താ, ഇത് സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക് ആവുള്ള കണ്ടീഷൻ എ ബി ബിലോങ് ചെയ്യണം ആറിലെ, അതുപോലെ ബി എ എന്തിൽ ബിലോങ് ചെയ്യണം, ആറിലെ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഇത് സിമ്മട്രിക് ആണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, ഇത് തന്നെ എടുത്ത് ചെയ്താൽ അല്ലേ. ആദ്യത്തെ കണ്ടീഷൻ മോഡ് എ മൈനസ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് ചെയ്താൽ ഇംപ്ലൈസ് എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. ഇനി എന്തായി കിട്ടണം, ബി എ എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ബി മൈനസ് എ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് പറയണം. ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം. ഇനി നോക്കുക,
നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം, ബി എ എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. ഇനി ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവിൻ്റെയാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാര്യത്തിലേക്ക്. അതാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറയാം, അതുപോലെ പറയാൻ പറ്റണം. അതുപോലെ ബി സി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ സി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം, എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അതുപോലെ നമുക്ക് ബി സി ആണ് തന്നിരിക്കുന്നത്. ബി സിയും എന്ത് തന്നെയാണ്, ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി എ മൈനസ് ബീനെ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഇതിനൊരു സിമ്പിൾ ഇട്ട് കൊടുക്കുക, മൾട്ടിപ്പിൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കാൻ 4 ഒരു കോൺസ്റ്റൻറ്റ് ടേം കൊടുക്കുക. കോൺസ്റ്റൻറ്റ് ടേം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ. ഞാനിവിടെ ലാംഡ 1 എന്ന് കൊടുക്കുന്നു. ഇനി അതുപോലെ ബി മൈനസ് സിയും നമുക്കറിയില്ല ഇതൊക്കെ മൾട്ടിപ്പിൾ ആണോ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയില്ല. അപ്പോൾ അതിലെ നമ്മൾ എന്തിട്ട് കൊടുക്കും, ഇതൊക്കെ സപ്പോസ് ചെയ്ത് പോകുന്നതാണ്. ശരിയാണോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം. അതാണ് ഓരോ പ്രോബ്ലത്തിൻ്റെയും ഇത്. അപ്പോൾ നമ്മൾ ആദ്യം 4 ലാംഡ 1 എന്ന് കൊടുത്തു. മൾട്ടിപ്പിൾ ഏതാണെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ലാംഡ 1 എന്ന് കൊടുത്തു. ഇതിലോ നമുക്ക് മൾട്ടിപ്പിൾ അറിയില്ല, അപ്പോൾ ലാംഡ 2 എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി സം ചെയ്തിട്ട് കിട്ടുന്നതും 4ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ്, എ മൈനസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ടു എന്താ കിട്ടി, 4 ലാംഡ 1 ആൻഡ് മോഡ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു 4 ലാംഡ 2 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്പിൾ കിട്ടും, 4ൻ്റെ മൾട്ടിപ്പിൾ കിട്ടും നോക്കാം. മൈനസ് ബി പ്ലസ് ബി മൈനസ് സി മോഡ് ബി മൈനസ് സി ഈക്വൽ ടു 4 ലാംഡ അല്ലേ. ഇതിൻ്റെ ബദൽ നമുക്ക് എന്ത് ചെയ്താം, 4 ലാംഡ 1 പ്ലസ് ബി മൈനസ് സിയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്, 4 ലാംഡ 2 എന്ന് എഴുതാം. 4ഉം 4ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 പുറത്തേക്ക് എടുത്താൽ ഇത് രണ്ടൊന്നും 4 പുറത്തേക്ക് എടുക്കും. അപ്പോൾ ലാംഡ 1 പ്ലസ് ഇതിൽ 4 ഇല്ലല്ലോ, പിന്നെ ഇതിലും 4 ഇല്ല, അപ്പോൾ ലാംഡ 1 പ്ലസ് ലാംഡ 2. ഇനി അടുത്തത് മോഡൊക്കെ കളയുക. മോഡ് കളഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് വരും. ഇനി ബിയും ക്യാൻസലാവും, കാരണം മൈനസും പ്ലസും വന്ന കാരണം. ഇനി ഓരോന്നോരോന്ന് നോക്കുക. അപ്പോൾ എ മൈനസ് സി മോഡ് എ മൈനസ് സി ഈക്വൽ ടു എന്ത് കിട്ടും, 4 ലാംഡ 1 പ്ലസ് ലാംഡ 2. ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്ന് പറയുന്നതിനെ നമ്മളൊരു ലാംഡ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എ മൈനസ് സി ഈക്വൽ ടു 4 ലാംഡ. 4 ലാംഡ എന്ന് പറഞ്ഞാൽ അത് ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി അല്ലേ. 4 ലാംഡ നമുക്ക് കോൺസ്റ്റൻ്റ് ഇപ്പോഴും എന്താണ് കോൺസ്റ്റൻ്റ് എന്ന് നമുക്കറിയില്ല, അത് പ്രസക്തിയില്ല. പക്ഷേ 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ചെയ്ത് കൊടുത്തു. അത് ഇക്വാലൻസ് റിലേഷനാണെന്ന് പറഞ്ഞു. കാരണം ആർ ഈസ് ട്രാൻസിറ്റീവ്. കാരണം എന്താ, എ മൈനസ് എ കോമ സി ബിലോങ്സ് ടു ആർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി അല്ലേ. അത് എ മൈനസ് സി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ലേ, എ കോമ സി എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം, ആർ ഈസ് ആൻഡ് ഈക്വാലൻസ് റിലേഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് റിലേഷൻ വിച്ച് ഈസ്. നമുക്കിത് കുറേ സിമെട്രിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ഉണ്ടാക്കുക, അതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കൊരു എ ബി സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ എ ഈക്വൽ ടു എ ബി സി. നമുക്കൊരു എ ബി സി പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറേ എ ബി സി പറയുന്നത്. അപ്പോൾ നമുക്കൊരു നമ്പേഴ്സ് ആക്കാം. 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റാക്കാം. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്താ, അതൊരു സിമെട്രിക് ആണ്, പക്ഷേ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ സിമെട്രിക് ആവുള്ള കണ്ടീഷൻ എന്താ, എ ബി ബിലോങ്സ് ടു ആർ ആവണം, അതുപോലെ ബി എ ബിലോങ്സ് ടു ആർ ആവണം. അത് അപ്പോൾ
സിമ്മട്രിക്. ജസ്റ്റ് സൈഡിൽ എഴുതി വയ്ക്കുക. നമുക്കത് നോക്കിയിട്ട് എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 6 റിലേഷൻ ഉണ്ടാക്കുമ്പോൾ ഇതേ ബേസിൽ വേണം ചെയ്യാൻ. അത് സിമ്മട്രിക് ആണ്, പക്ഷേ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ എ ബി എടുക്കുക. എ ബി ഞാൻ 1 2 കൊടുക്കണം, എ 1ഉം ബി 2 കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 2 അതുപോലെ തിരിച്ചു എഴുതണം അല്ലേ, 2 1 അതുവരെ എഴുതിയാൽ മതി. കാരണം എന്താ, ഇത് റിഫ്ലെക്സീവാണ്, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, സിമ്മട്രിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്മട്രിക് ആണ്. ബാക്കി രണ്ടും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യനിലെ ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ റിഫ്ലെക്സീവും സിമ്മട്രിക്കും അല്ല എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആവണം, അതുപോലെ ബി സി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ എ സി എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. എ ബി സി എന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്ത് വരും? 1 2 തന്നെ എടുക്കാം. ഇനി അതുപോലെ അടുത്തത് ബി സി അല്ലേ, അപ്പോൾ 2 2 എന്തെടുക്കുക? 3 എടുക്കുക. അടുത്തത് എ സി വരണമെങ്കിൽ 1 3 എടുക്കുക. 1 3 ബിലോങ് ചെയ്യും. അപ്പോൾ സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് മാത്രമേ കാണിക്കണ്ടൂ. ബാക്കി നമുക്ക് എലമെൻറ്റ്സ് ഒന്നും വേണ്ട, കാരണം ഇത് ട്രാൻസിറ്റീവ് ആക്കിയാൽ മതി. ബാക്കി രണ്ടും വേണ്ടാന്നല്ലേ പറഞ്ഞേ. ശ്രദ്ധിക്കേണ്ട ഭാഗം വരും, അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഒരേപോലത്തെ എലമെൻറ്റ്സ് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരേപോലത്തെ എലമെൻറ്റ്സ് ഒന്നുമില്ല, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക്കും ആണ്, പക്ഷേ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതാണ് അടുത്തത് അല്ലേ. റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവുള്ള കണ്ടീഷൻ എന്താ? എ എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. ഒരേ 2 എലമെൻറ്റ്സ് ആറിൽ ബിലോങ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടും വരണം എന്ന്. അപ്പോൾ 3ാമത്തെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? ആർ ഈക്വൽ ടു ഇതെന്തൊക്കെയാണ്? റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആവണം, പക്ഷേ ട്രാൻസിറ്റീവ് ആവാൻ പറ്റില്ല. അപ്പോൾ റിഫ്ലെക്സീവ് ആവുള്ള കണ്ടീഷൻ 1 ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 ഉണ്ട്. അപ്പോൾ 1 1നും 2 2നും 3 3നും എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്തേണ്ടി വരും? റിഫ്ലെക്സീവ് ചെയ്തേണ്ടി വരും. അപ്പോൾ 1 1 അതുപോലെ 2 2 ആയിക്കൂടെ. ഇനി അടുത്തത് 3 3 ആയിക്കൂടെ. അപ്പോൾ നമുക്ക് ഇത് റിഫ്ലെക്സീവായി. ഇനി അടുത്ത് എന്താ വേണ്ട? റിഫ്ലെക്സീവും സിമ്മട്രിക്കിൻ്റെ നമ്മൾ ഒരു വട്ടം എഴുതിയിട്ടുണ്ട് അല്ലേ. ഏത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്മട്രിക് ആയിരുന്നു, അങ്ങോട്ട് വർത്തിയാൽ മതി. അപ്പോൾ 1 2 അതുപോലെ 2 1 സെറ്റ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമ്മട്രിക് അല്ല. റിഫ്ലെക്സീവ് ആയുള്ള കണ്ടീഷൻ നമ്മളിപ്പോൾ റിഫ്ലെക്സീവ് ആവുന്ന കണ്ടീഷൻ എന്താ? ഓരോന്നിനായിട്ട് എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ ചെയ്താൽ 1 1 2 2 3 3 ഇത് എളുപ്പമുള്ളതാണ് അല്ലേ, ഭയങ്കര ഈസിയാണ്. ഇനി അടുത്തത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ നമ്മൾ ഇത് എഴുതിയിരിക്കണം. 2ാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസിറ്റീവിൻ്റെ ആയിരുന്നു. അപ്പോൾ 2ാമത്തേൻ്റെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. 1 2 2 3 1 3 അത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ. ഇനി അടുത്തത് അഞ്ചാമത്തേലെന്താ? 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആവണം, പക്ഷേ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. അപ്പോൾ ആർ ഈക്വൽ ടു സിമ്മട്രിക്കിൻ്റെ എവിടെ എന്താ? സിമ്മട്രിക്കിൻ്റെ നിങ്ങൾ പറഞ്ഞോളൂ. 1 2 2 1. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്താ? 1 2 2 3 1 3 1 2 എന്ന് പറയുന്നത് എന്തിൽ വന്നിട്ടുണ്ട്? ഓൾറെഡി ഞാൻ സിമ്മട്രിക്കിൻ്റെ കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് 1 2. പിന്നെ ഞാൻ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, ഒരു വട്ടം എഴുതിയാൽ മതി അല്ലേ. നമ്മൾ സെറ്റിൽ എഴുതുമ്പോൾ പിന്നെ റിപ്പീറ്റേഷൻ വേണ്ടാന്നല്ലേ പറഞ്ഞേ. ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആവണം, വ്യത്യസ്തമായിരിക്കണം അല്ലേ. അപ്പോൾ 1 2 ഒരു വട്ടം എഴുതിയ കാരണം പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് എഴുതുക 2 3. ഇനി അടുത്തത് 1 3. ഇതിനൊരു ഓർഡറും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓർഡറും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റിഫ്ലെക്സീവ് അല്ല, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ.